JF ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം ഗാൽവനിക് സെൽ. ഗാൽവനിക് സെല്ലിന്റെ പ്രവർത്തനം നമുക്ക് നേരിട്ട് കാണുകയും അതിൽ നടക്കുന്ന റിയാക്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യണം. We have learned that metal have difference in their reactivity. So galvanic cell is an arrangement in which this difference of the reactivity made use to produce electricity. ക്രിയാശീലത്തിലുള്ള വ്യത്യാസം, ലോഹങ്ങളുടെ ക്രിയാശീലത്തിലുള്ള വ്യത്യാസം പ്രയോജനപ്പെടുത്തി വൈദ്യുതി നിർമ്മിക്കുന്ന ഒരു ക്രമീകരണമാണ് ഗാൽവനിക് സെൽ എന്ന് പറയുന്നത്. നമുക്ക് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. ചെക്ക് ദ അറേഞ്ച്മെന്റ് ഓഫ് ദ ഗാൽവനിക് സെൽ ഓർ വോൾട്ടൈക് സെൽ. രണ്ട് ഇലക്ട്രോഡുകളിലൂടെ കാണാം. ആദ്യം കാണിക്കുന്നത് കോപ്പർ ഇലക്ട്രോഡാണ്. ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, ആ ബീക്കറിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണ്. രണ്ടാമതായിട്ട് കാണിക്കുന്നത് സിങ്ക് ഇലക്ട്രോഡാണ്, സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിലെ. ഇനി ഈ സിങ്ക് ഇലക്ട്രോഡും കോപ്പർ ഇലക്ട്രോഡും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നതായിട്ട് കാണാം. നമ്മൾ കോപ്പർ വയർ ഉപയോഗിച്ച് അതിനിടയിൽ ഒരു വോൾട്ട് മീറ്റർ നമ്മൾ വെച്ചിട്ടുണ്ട്. നോക്കാം നമുക്ക് ഈ വോൾട്ട് മീറ്ററിന്റെ റീഡിങ്. അതിപ്പോ കാണിക്കുന്നത് 0 ആണ്. ഇനി ഈ ക്രമീകരണം പൂർത്തിയാക്കണമെങ്കിൽ, വോൾട്ടൈക് സെൽ അല്ലെങ്കിൽ ഗാൽവനിക് സെല്ലിന്റെ ക്രമീകരണം പൂർത്തിയാക്കണമെങ്കിൽ നമ്മൾ അതിലേക്ക് ഒരു സോൾട്ട് ബ്രിഡ്ജും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യണം. നോക്കാം, ഒരു സോൾട്ട് ബ്രിഡ്ജ് ചേർക്കുമ്പോൾ നമുക്ക് ആ വോൾട്ട് മീറ്റർ റീഡിങ് കാണാം. ഏകദേശം 0.25 വോൾട്ട് ആണ് അവിടെ നമുക്ക് റീഡ് ചെയ്യാൻ കാണുന്നത്. അപ്പോൾ ഗാൽവനിക് സെൽ കൃത്യമായിട്ട് പ്രവർത്തിച്ചു തുടങ്ങി. ആ സോൾട്ട് ബ്രിഡ്ജ് എടുക്കുമ്പോൾ അത് വീണ്ടും 0 ആവുന്നു. വീണ്ടും സോൾട്ട് ബ്രിഡ്ജ് നമ്മൾ അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഡിഫ്ലക്ഷൻ കാണുന്നു, അതായത് വൈദ്യുതി ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി നമ്മൾ ഈ സോൾട്ട് ബ്രിഡ്ജ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിനൊരു പ്രത്യേക ഫംഗ്ഷൻ ഉണ്ട്. സോൾട്ട് ബ്രിഡ്ജ് ക്യാൻ അവോയ്ഡ് അക്യുമുലേഷൻ ഓഫ് ചാർജ് അറൌണ്ട് ഇലക്ട്രോഡ്. എക്സാമ്പിൾ, പോസിറ്റീവ് അയോൺ അറൌണ്ട് ആനോഡ്, നെഗറ്റീവ് അയോൺ അറൌണ്ട് കാഥോഡ്, ആൻഡ് മെയിൻറ്റെയിൻ ഫ്ലോ ഓഫ് ഇലക്ട്രോൺ ഫ്രം ആനോഡ് ടു കാഥോഡ്. അപ്പോൾ ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് തുടർച്ചയായി വൈദ്യുതി പ്രവഹിക്കാൻ ഉള്ളൊരു സംവിധാനമാണ്. വൈദ്യുതി പ്രവഹിക്കാൻ വേണ്ടി അത്യാവശ്യം വേണ്ട ഒരു സംവിധാനമാണ് ഈ സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്ന സംവിധാനം. സോൾട്ട് ബ്രിഡ്ജ് ഉണ്ടാക്കി നമുക്ക് കാണാം. ഒരു ത്രെഡാണ്, കോട്ടൺ ത്രെഡ് പൊട്ടാസ്യം ക്ലോറൈഡിലെ സൊല്യൂഷനിൽ മുക്കിയതാണ് സോൾട്ട് ബ്രിഡ്ജ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. Here is the picture of a galvanic cell. Two electrode is the zinc rod and copper electrode. Zinc electrode is placed in the zinc sulfate solution, ZnSO4 solution, and a copper rod is placed in copper sulfate solution. These are two electrolytes used here. Let us check what will be the reactions takes place in both electrodes. At zinc electrode, what will happen? Zinc loses 2 electron and becomes Zn2 plus ion. Zn loses 2 electron and becomes Zn2 plus ion. The losing of electron is known as oxidation, and the electrode at which the oxidation takes place is known as anode. So zinc rod is considered as anode here, and its charge is negative, and this is the anode. Reaction takes place at anode. And what will be happen at the electrode, copper electrode? When this oxidation takes place in zinc, 2 electron is lost. This 2 electron is reached to the copper electrode through the external circuit, and this copper 2 plus ion in the solution. Here the copper sulfate is electrolyte. It is decomposed into Cu2 plus ion and SO4 2 minus ion. This Cu2 plus ion gain these 2 electron and become copper atom. Here what will happen? The gaining of electron takes place. The gaining of electron is known as reduction. The electrode at which the reduction takes place is considered as cathode. അപ്പോൾ ഓക്സിജൻ നടക്കുന്ന ഇലക്ട്രോണിനെ ആനോഡ് എന്നും നിരോക്സീകരണം നടക്കുന്ന ഇലക്ട്രോണിനെ കാഥോഡ് എന്നും നമുക്ക് പറയാം. ഓക്സിജൻ നിരോക്സീകരണത്തിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ 9th ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്ന പ്രക്രിയയെ
ഓക്സീകരണമെന്നും ഇലക്ട്രോൺ സ്വീകരിക്കുന്ന പ്രക്രിയയെ നിരോക്സീകരണം എന്നുമാണ് പറയുന്നത്. Let us combine these two equations takes place in this galvanic cell. Zinc loses 2 electron and become Zn2 plus, and Cu2 plus 2 electron gives Cu. Let us rewrite these two equations after combining. Zn plus Cu2 plus gives Zn2 plus Cu. So this reaction is come under the category of redox reaction because simultaneously oxidation and reduction takes place. ഈ രാസപ്രവർത്തനത്തിൽ ഓക്സീകരണവും നിരോക്സീകരണവും ഒരേ സമയം നടക്കുന്നതുകൊണ്ട് ഇതിനെ റിഡോക്സ് രാസപ്രവർത്തനത്തിന്റെ തോതിലാണ് നമ്മൾ പെടുത്താം. ഇനി ഈ രീതിയിൽ നമുക്ക് ഗാൽവനിക് സെല്ലുകളിലെ ഈ സിങ്ക് റോഡും കോപ്പർ റോഡും മാത്രമാണോ ഇലക്ട്രോഡായിട്ട് കാണുന്നത്? ലെറ്റ് us check by using different types of electrode. Instead of zinc rod and copper rod, we can use different types of electrodes. When we use aluminum and silver, then magnesium, copper, then zinc and magnesium, or magnesium and zinc. So how can we calculate which is anode and which is cathode? When we take aluminum and silver, aluminum is high reactive metal, so it acts as an anode, and silver is act as a cathode. And magnesium, and when we compare magnesium and copper, magnesium is high reactive than copper. Magnesium is considered as anode, and copper is taken as cathode. When we consider magnesium and zinc, we know that magnesium is more reactive than zinc, so magnesium is taken as an anode and zinc is taken as cathode. High reactive metal is also always act as an anode, and low reactive metal is taken as cathode.